ഹായ് എവരിബഡി. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. അതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4/2/2026. സോ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കൊടുക്കുക. ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം മുന്നത്തെ വർഷങ്ങളിലുള്ള പോലെ തന്നെ നമുക്കിപ്പോൾ വേക്കൻസീസും അതുപോലെ നമ്മുടെ അഡ്വൈസ് മെമ്മോ പോകുന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഇത്ര 1-2 വേക്കൻസീസ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നാൽ പോലും അഡ്വൈസ് മെമ്മോ ഒക്കെ പോകുന്നത് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. നല്ലൊരു നമ്പറായിട്ടായിരിക്കും പോകുന്നത്. കുറേ ഒരു എന്താ പറയുക, ഒരു 200-300 പേർക്ക് എന്നുള്ള രീതിക്കൊക്കെ തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. PSCയുടെ നമ്മുടെ സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, എക്സാം ഡീറ്റെയിൽസും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതും അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. സോ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 735/2025 വരുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ത്രൂ ഓൺലൈൻ നമ്മുടെ സബ്മിഷൻ ത്രൂ ആണ്. നമ്മുടെ PSC സൈറ്റ് വഴിയേ പറ്റുള്ളൂ. 1 ടൈം രജിസ്ട്രേഷൻ ത്രൂ ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ തന്നെ അവരുടെ കേരള വാട്ടർ അതോറിറ്റി തന്നെ ഡയറക്റ്റ് അവർ എടുക്കുന്നതാണ്. ആൻഡ് അവിടെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,200 തൊട്ട് 73,600 വരെ ഒരു ബേസിക് സ്കെയിൽ നമുക്ക് പറയുന്നുണ്ട്, സാലറി സ്കെയിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വേക്കൻസീസ് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. കറക്റ്റ് ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്നില്ല, എന്നാലും ഒരു അത്യാവശ്യം വേക്കൻസീസ് എന്തായാലും ഉണ്ടാകും. പിന്നെ പറയുന്നത് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. എക്സാം ത്രൂ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ്ലി അവർ എടുക്കുന്നത്, അങ്ങനെ തന്നെയാണ്. പിന്നെ പറയുന്നത് ഏജ് പറയുന്നത് 18 to 36 ഏജ് വരെയുള്ള എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സ് ആ ഒരു ഏജ് പറയുന്നുണ്ട്, ഡേറ്റ് പറയുന്നുണ്ട്, ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ആ ഒരു ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. നമുക്ക് 3 to 5 years ഓഫ് ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ PSCയുടെ തന്നെ ഈ നമ്മുടെ 2026 തന്നെ അക്കാഡമിക്കലിയുള്ള മീൻസ് PSCയുടെ ആനുവൽ കലണ്ടർ അവർ പുറത്തുവിട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ എക്സാം വരുന്നത് ഈ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റിൻ്റെ ഈ ഒരു എക്സാം സ്ലോട്ട് വരുന്നത് ഏകദേശം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് പറയുന്ന 3 മന്തിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് വരിക. ചിലപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇത് ഏതെങ്കിലും ഒരു മാസമായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം, ഓഗസ്റ്റ് എന്നുള്ള ഡേറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ടതും. കാരണം ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഓഗസ്റ്റിലായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ടൈമുണ്ട്. ഇനി ഒരു 7 മാസത്തോളം നമുക്കുണ്ട്. ഓഗസ്റ്റിലാണ് മൈൻഡ് സെറ്റ്, അങ്ങനെ തന്നെ വെച്ചേക്കാം. ഓഗസ്റ്റിൽ തന്നെയാണ് ഈ ഒരു എക്സാം വരുന്നത് എന്നുള്ളത് തന്നെ വെച്ചിട്ട് നമുക്കൊരു 7 മാസം നമുക്ക് ഇനിയും ടൈമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടാനും വളരെ ചാൻസ് കൂടുതലുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 7 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ നമുക്ക് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു ഡെയിലി ഒരു 2 to 3 hours നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ജോബ് നമുക്ക് കിട്ടും. ഒരു പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു ജോലി തന്നെ നമുക്ക് കിട്ടും. ആൻഡ് പിന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നത്തെ വർഷത്തേക്കുള്ള പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വലിയൊരു റാങ്ക് ലിസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമുക്കത് മുന്നത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുത്ത് നോക്കാം. ഞാനത് കാണിക്കുന്നുണ്ട്, ഇനി മുമ്പോട്ടുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. മുന്നേ വന്നിട്ടുള്ള എത്ര വേക്കൻസീസ് ആണ്, അതുപോലെ എത്രത്തോളം ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഈ ITI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് നോക്കണം. അപ്പം അതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ് പറയുന്നത്. ആൻഡ് അല്ലെങ്കിൽ പിന്നെ NTC സർട്ടിഫിക്കറ്റ് അവാർഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രേഡിംഗ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ഓർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ദെൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. അപ്പം NTC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ITI പോലുള്ള അല്ലെങ്കിൽ ഡിപ്ലോമ, BTech, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ കോഴ്സ് കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലോട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിൻ്റെ പോസ്റ്റിലോട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബേസിക്കലി നമ്മൾ പഠിച്ച ആ BTech അല്ലെങ്കിൽ ITIയിലൊക്കെ പഠിച്ച കാര്യങ്ങളും ITI ലെവലിലുള്ള എക്സാം ആണെങ്കിൽ പോലും BTech ലെവലിൽ നമ്മൾ എക്സാംസ് ഓൾമോസ്റ്റ് എല്ലാ വിദ്യാർത്ഥികളും എഴുതിയിട്ടുണ്ടാവും. ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ നമ്മൾ ITI ലെവലും അതുപോലത്തെ തന്നെ ആയിരിക്കും വരിക. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്.
അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന ബിടെക് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ആൻഡ് ഇതല്ല ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോഴ്സ് ഓർ ഇറ്റ്സ് എക്വിവലന്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ബിടെക് കഴിഞ്ഞവർക്കോ അങ്ങനെ ആയിരുന്നാലും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്ക് കഴിഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രീവിയസ് നമ്മുടെ എക്സാം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഓരോന്നും നമുക്ക് ഇപ്പം ഉള്ള ക്വാളിഫിക്കേഷൻസും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ NTC ഇലക്ട്രീഷ്യൻ എന്നാണ് നമ്മുടെ ഈ പറയുന്ന പോസ്റ്റിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് NTC ഇലക്ട്രീഷ്യൻ ആണ്. NTC ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ NTC ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു ഇക്വലന്റ് കോഴ്സ് അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അവർക്ക് എടുക്കാൻ പറ്റും. സോ ഇപ്പം NTC ഇലക്ട്രീഷ്യൻ എന്ന് കണ്ടതുകൊണ്ട് പോളിടെക്നിക്ക് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് ഇക്വലന്റ് ടു ദിസ് വൺ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഉള്ളത് NTC മെക്കാനിക് ഓർ മോട്ടോർ വെഹിക്കിൾസ് ആണ്. അതിൽ എന്താണ് പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. ആൻഡ് അടുത്ത NTC ഇലക്ട്രിക്കൽ ആണ് പറയുന്നുണ്ടെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് NTC ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ അടുത്ത പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക് മെക്ക് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NTC മെക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും. The next one is KGCE ഇലക്ട്രിക്കൽ ആണെങ്കിൽ BE ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BE അല്ലെങ്കിൽ ബിടെക് എന്ന് പറയാം കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ KGC ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിന് ഇക്വലന്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് എക്സാം നമ്മുടെ പ്രീവിയസ് എക്സാമിൻ്റെ വന്നിട്ടുണ്ടായിരുന്ന അവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അവരുടെ റാങ്ക് ലിസ്റ്റ് എന്ന് വന്നു, എത്രത്തോളം ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ജസ്റ്റ് അതൊന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. അതും കൂടെ കാണുമ്പോഴത്തേക്കും എന്തായിരുന്നാലും എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ തോന്നും എക്സാം നമുക്ക് കിട്ടിയാലോ അല്ലെങ്കിൽ വേക്കൻസീസ് കുറവാണെന്നുള്ളത് നോക്കരുത്. ഒരിക്കലും അങ്ങനെ നോക്കരുത്. കാരണം ആ ടൈമിനനുസരിച്ച് ചിലപ്പോൾ അവർ റാങ്ക് ലിസ്റ്റ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ അഡ്വൈസ് മെമ്മോ ഇതുപോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ കാറ്റഗറി നമ്പർ കഴിഞ്ഞ ഇയറിൽ ഉണ്ടായിരുന്നത് 211/2020 ആയിരുന്നു. അതിൽ നമുക്ക് വരുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് 7/2/2023 ഒരുപാട് ഇത്രത്തോളം ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 33,618ഓളം ആപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് വെച്ചിരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 44.67 ആയിരുന്നു നമുക്ക് അന്ന് വെച്ചിരുന്ന കട്ട് ഓഫ്. ദെൻ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ടെസ്റ്റ് വഴി ത്രൂ കിട്ടിയ മാക്സിമം മാർക്ക് 82.33 ആണ്. പിന്നെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്ന 566 അഡ്വൈസസ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ മെയിൻ കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1051 അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ്, ഒരു 33 അല്ലെങ്കിൽ ഒരു 30,000 ആപ്ലിക്കേഷൻസ് പോയതിൽ ഒരു 1000 കാൻഡിഡേറ്റ്സിൻ്റെ പേര് വരെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും എന്ത് വന്നിരുന്നാലും ഈ പറയുന്ന എക്സാം കഴിഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നമ്മളിതൊരു എന്താ പറയുക, ഇപ്പോൾ വേക്കൻസി കുറഞ്ഞതാണ് എന്ന് കരുതി വിട്ട് കളയരുത്. നല്ല രീതിയിൽ തന്നെ എന്തായാലും പ്രിപ്പറേഷൻ വേണം. ആൻഡ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പം ITI ലെവൽ എക്സാം ആണെങ്കിൽ പോലും ബിടെക് ലെവൽ എക്സാംസ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ITI ലെവലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ആയിരിക്കണം. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഈ എക്സാം എന്ത് വന്നാലും ഉറപ്പായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും. പിന്നെ വരുന്ന നമ്മുടെ എക്സാം സ്ലോട്ട് വരുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ, സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്നത് ഈ ഒരു പീരീഡിലായിരിക്കും നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും നമ്മുടെ എക്സാം വരുന്നത് ഓഗസ്റ്റ് എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കണം. ഒക്ടോബർ എന്നുള്ള മൈൻഡ് സെറ്റേ പാടില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും ആ ഒരു ടൈം സ്ലോട്ട് അവർ PSC പറയുന്നതെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് സെറ്റിൽ ഓഗസ്റ്റ് തന്നെ ആയിരിക്കണം. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എത്ര മന്ത് ഉണ്ടാകും, ഒരു 7 months കൊണ്ട് നമുക്ക് എന്തായിരുന്നാലും ഉണ്ടാകും. ഈ 7 months കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും. ആൻഡ് പിന്നെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയുടെ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺസും എല്ലാം നമുക്ക് ഒന്ന് നോക്കാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ മുന്നേ കഴിഞ്ഞുള്ള എക്സാമിൻ്റെ പാറ്റേൺ ഏത് രീതിക്കാണ് വന്നത്, ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും ഏത് രീതിക്കുള്ള പാറ്റേൺസ് ആണ് വന്നതെന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അറിയാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്കിവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നതും. നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ കോഴ്സിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ കോഴ്സ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മൾ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് വേണം എന്നുള്ളവരാണെങ്കിൽ ആ ഗൂഗിൾ ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക.
നമുക്കതിൻ്റെ ഈ ആക്സസ് ഒക്കെ കിട്ടും. റെക്കോർഡഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ കിട്ടും. അതുപോലെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നതും. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ കോഴ്സസ് എല്ലാം നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്ററിൻ്റെ ക്ലാസ് നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഓൾസോ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ തന്നെയാണ്. നമുക്ക് ഈ കോഴ്സ് തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യണം. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ മിസ് ചെയ്യരുത്. ഇപ്പോൾ ഈ പറഞ്ഞ കോഴ്സ് നമ്മൾ ഒരിക്കലും തന്നെ മിസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഇനി 7 months കൂടെ ഉള്ളൂ. ഈ 7 months കൊണ്ട് നമ്മൾ മാക്സിമം അത് എല്ലാ വിദ്യാർത്ഥികളും ഇത് യൂട്ടിലൈസ് ചെയ്യണം. ഈ ഒരു ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് കിട്ടും. അതല്ല ലൈവ് ക്ലാസ് തന്നെ വേണമെന്നുണ്ടെങ്കിലും അത് ഇൻഫോം ചെയ്തിരുന്നാൽ മതി. ഓക്കെ. ആൻഡ് നമുക്ക് പിന്നെ വരുന്നത് നല്ല രീതിയിൽ എന്തായാലും പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ലിസ്റ്റിലോട്ട് നമുക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലോട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.